സർക്കാർ വാഹനങ്ങളുടെ കാലാവധി 15 അല്ല, ഇനി 20 വർഷം. രജിസ്ട്രേഷൻ റദ്ദാക്കിയിരുന്ന സർക്കാർ വാഹനങ്ങളും KSRTC ഇനി റോഡിലേക്കെത്തും. കേന്ദ്ര മോട്ടോർ വാഹന ചട്ടത്തിന് വിരുദ്ധമായി സർക്കാർ വാഹനങ്ങളുടെ ഉപയോഗ കാലാവധി 20 വർഷമായി ഉയർത്താൻ സംസ്ഥാന സർക്കാർ ഒരുങ്ങുകയാണ്. വിജ്ഞാപനത്തിന്റെ കരട് ഇറങ്ങി. സർക്കാർ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സർക്കാരിന് പങ്കാളിത്തമുള്ള സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള വാഹനങ്ങൾ 20 വർഷം ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഭേദഗതി. സമവർത്തി പട്ടികയിൽ കേന്ദ്രത്തിന് വിരുദ്ധമായ നിയമനിർമ്മാണം പാടില്ലെന്ന വ്യവസ്ഥ ലംഘിക്കുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം. വാഹനങ്ങളുടെ ഉപയോഗ കാലാവധി നിശ്ചയിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരമില്ലാത്തപ്പോഴാണ് നിയമനിർമ്മാണമെന്നും ആക്ഷേപമുണ്ട്. 2021 കേന്ദ്ര സർക്കാരിന്റെ പഴയ വാഹനം പൊളിക്കൽ നയത്തെ തുടർന്ന് 15 വർഷം പിന്നിട്ട 4500 സർക്കാർ വാഹനങ്ങളുടെയും 1115 KSRTC ബസ്സുകളുടെയും രജിസ്ട്രേഷൻ റദ്ദാക്കിയിരുന്നു. സർക്കാർ വാഹനങ്ങൾ പൊളിക്കാൻ തീരുമാനിച്ചപ്പോൾ പ്രത്യേക ഉത്തരവിലൂടെ 2 തവണ കാലാവധി നീട്ടി KSRTC ബസ്സുകൾ നിരത്തിലിറക്കി. നടപടിക്ക് അധിക പരിരക്ഷ നൽകാനാണ് നിയമ ഭേദഗതി. കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വാഹന വെബ്സൈറ്റിൽ ഇവയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കിയതിനാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ രജിസ്ട്രേഷൻ എഴുതി നൽകിയാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. 6 മാസത്തിനുള്ളിൽ 900 ബസ്സുകളുടെ രജിസ്ട്രേഷൻ കൂടി റദ്ദാക്കും. പൊതുമേഖലാ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകൾക്ക് ഇൻഷുറൻസ് ഇല്ലാതെയും വാഹനങ്ങൾ നിരത്തിലിറക്കാൻ അനുമതി ഉള്ളതുകൊണ്ടാണ് കാലാവധി കഴിഞ്ഞ ബസ്സുകൾ ഓടിക്കാൻ KSRTCക്ക് കഴിയുന്നത്. അതിലൂടെ നഷ്ടപരിഹാരം സ്വന്തം നിലയ്ക്ക് നൽകുകയാണ്. അംഗീകൃത പൊളിക്കൽ കേന്ദ്രം തുടങ്ങാത്തതിനാൽ കാലാവധി കഴിഞ്ഞ സർക്കാർ വാഹനങ്ങൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ്.